cable. Hello, Tina. Okay, ba. Oh, what's cooking today? Dosha. ഞാൻ സച്ചിൻ്റെ ചായ. ശിക്കുട്ടി വേഗം കഴിക്കും മോളെ. ഞാൻ കഴിക്കാം. ഗീതു ബായ്ഡാ വൈകുന്നേരം കാണാം. ശിക്കുട്ടി വേഗം വാ മോളെ. Very much. Bye. See you in the evening. See you in the evening. Bye. आज मौसम बड़ा बेमान है, बड़ा बेमान है आज मौसम आने वाला कोई तूफान. That's fine. Take your time. I will be here. All right. Take care. А папу оставили в Киеве. И папа будет продавать что-то, будет помогать нашим героям, нашим войскам будет помогать, может даже будет воевать. Мы шли где-то 3 часа, и вот вы нас спасли. Я думаю, что мы... In 1990, Iraq invaded its small but oil-rich neighbor Kuwait. It took only a few hours to capture Kuwait City. The Emir of Kuwait fled to Saudi Arabia. Iraq not only gained control of 20% of the world's oil reserves, but also a substantial coastline on the Persian Gulf. Hi Gitu. ഹായ് സച്ചു. ഇത് എന്തിനാണ് ചായന്റെ ഗ്ലാസ്, പേഴ്സ്, വെള്ളത്തിന്റെ ജഗ് ഇതിലൊന്നും നിനക്ക് വൃത്തിയാക്കി വെച്ചൂടെ ഗീതു? സച്ചു എന്താണ് ഇത്രയും വൃത്തിയായിട്ടുള്ള 2 ഗ്ലാസ്സിലെ ഞാൻ മാറ്റി വെക്കാലോ. എന്തെങ്കിലും ആവട്ടെ. ഈ ഒരു ഗ്ലാസ് ചായ എടുത്താട്ടെ. ഭയങ്കര തലവേന. സച്ചു ഇതാ ചായ. അല്ലെങ്കിൽ ചായ ഒന്നും വേണ്ടപ്പ. ഞാൻ ഒന്ന് പുറത്തേക്ക് പോട്ടെ. സച്ചു എവിടെ നീ തിരക്കിട്ട് പോന്നേ സച്ചു? എനിക്ക് ഒരാളെ കാണാനുണ്ട്. ഓൾറെഡി ഞാൻ വൈകി. ഞാൻ ആളെ കണ്ടിട്ട് വരട്ടെ. ചായ ഞാൻ പിന്നെ കുടിക്കാം. ഓക്കെ ശരി എന്നാല്. സച്ചു പോയോ? കാറെടുക്കാണ്ടാണോ അവൻ പോയത്? ശരി എവിടെയാണോ അവൻ പോയത്? Hey Gitu, कैसे हो यार? Hey, I called to check something with you. എന്ത് പറ്റി? ലോട്ടറി വല്ല അടിച്ചോ? നീ തമാശയുള്ള ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. ശരത് അവിടെങ്ങാനും വന്നിരുന്നോ? ശരത് ഇവിടെയോ? ഇല്ലല്ലോ, വന്നില്ലല്ലോ. എന്ത് പറ്റി? Actually, Sharath looked a bit disturbed today. He came home in the afternoon itself in a slightly bad mood. I wasn't sure what happened. After some time, he just left home without telling me much. Oh, okay. So, what is the problem now? Is it that you don't know where he has gone? Adu matralla, I tried calling him so many times, but he was not picking up the phone. ഓ പേടിക്കണ്ട ഗീതു, അവൻ ക്ലയൻസിന്റെ കൂടെ വല്ല മീറ്റിംഗിലായിരിക്കും. ഒരു കാര്യം ചെയ്യും, വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയായിരുന്നോ? സ്റ്റേറ്റസ് നോക്കിയിരുന്നു. ലാസ്റ്റ് സീൻ ഒരു 3 hours മുമ്പായിരുന്നു. എനിക്ക് ആകെ ഒരു ടെൻഷൻ. ഞാൻ ചോദിക്കൊണ്ടൊന്നും തോന്നരുത്. ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഐ മീൻ ഈ ശരത്ത് ആരോടും പറയാതെ മിണ്ടാതെ ഫോണൊന്നും എടുക്കാതെ ഇങ്ങനെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു പതിവില്ല. വല്ലപ്പോഴും ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് മീറ്റിംഗ് വന്നാലും എന്നോട് പറയാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും അയക്കും. ശരി ഗീതു, ടെൻഷൻ അടിക്കണ്ട. ഞാനേ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവനെ. ഓക്കെ, അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഗീതു. അവന്റെ കൊളീഗ്സിനെയൊക്കെ വിളിച്ചു നോക്കിയിരുന്നോ? ഞാൻ വിളിച്ചു നോക്കി. ഒരു 5-6 പേരെ ഞാൻ വിളിച്ചു. പക്ഷെ അവർക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. You said he looked disturbed when he came home in the afternoon. Would you mind if I ask you something? Yeah, sure. ചോദിച്ചോളൂ. നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? or was it something work related, do you think? അതൊന്നും ഉണ്ടായിട്ടില്ലപ്പാ.
വർക്ക് സ്ട്രെസ് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇന്ന് ഹാപ്പി ആയിട്ടാണ് പോയത്. നീ പേടിക്കണ്ട, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. ഇനി എന്തെങ്കിലും ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും തിരിയുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാനൊരു സജഷൻ പറയട്ടെ, നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അറിയാമല്ലോ, നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോയി നോക്കാം. ഓക്കെ, എന്നിട്ടും വന്നില്ലെങ്കിൽ നമുക്ക് 112 വിളിക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവനൊന്നും പറ്റിയുണ്ടാവില്ലല്ലോ അല്ലേ? അവനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല ഗീതു. നീ പേടിക്കല്ലേ, അവൻ എന്തായാലും മെസ്സേജ് അയക്കും. I'm sure he must be in some serious meeting. Otherwise, he wouldn't have done something like this, right? And then keep checking his WhatsApp status. Oh, okay. You don't worry, okay? Shall I send some food through Vic? ശ്രീകുട്ടി തിരിച്ചു വന്ന ഗീതു ആണോ? തൽക്കാലം ഗീതു ഒന്നും പറയണ്ട കേട്ടോ ശ്രീകുട്ടിൻ്റെ അടുത്ത്. ഞാൻ ഈ മെസ്സേജ് മലയാളി സത്തോണ്ടിൽ പോസ്റ്റ് ചെയ്യട്ടെ. വിശാൽ ഫോൺ ട്രൈ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ പറയണേ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയണേ ഗീതു. ശരത്തിന്റെ കളീഗ്സിന്റെ അടുത്ത് ചോദിച്ചു നോക്കൂ ഗീതു, ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഡിസ്കഷൻ നടന്നോന്നാ. ഗീതു എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണം കേട്ടോ. ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എടാ, നിങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ, ഞാൻ ഇവിടെ എന്തെങ്കിലും കുറച്ചാക്കി കൊടുത്തു വിടട്ടെ. നിനക്ക് വല്ല വിവരം കിട്ടിയോ? ആണോ? ഡോണ്ട് വറി എടാ. ഹായ് ദിവേഷ്. എടാ, എനിക്കൊരു സംശയം അവൻ ഇവിടെ ഉണ്ടാവുകയാണ്. അവൻ ചിലപ്പോൾ ബീച്ചിലായിരിക്കും എന്ന് എനിക്കൊരു ഡൗട്ട്. ദിവേഷിനുണ്ടെങ്കിൽ അവിടെ പോയി നോക്കാൻ പറ്റുമോ? കൃതി കമന്റ് എങ്ങനെയുണ്ട്? ഞാൻ വിളിച്ചിട്ട് പോലും ഇല്ല കൃതി, എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു. സോ ഐ ജസ്റ്റ് ഹോപ്പ് ഹി വിൽ ബി അറ്റ് ദ ബീച്ച്. കൃതി He will be da. ദിവേഷ് പോയി നോക്കട്ടെ. ദിവേഷ് പോയിട്ട് നോക്കും. നീ ഡോണ്ട് വറി, ഓക്കെ? ഗീതു, യെസ്, കിട്ടിയിട്ടുണ്ട്. ആൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. യെസ്. നോ, ഹീ ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. വി ആർ കമ്മിങ് ഹോം. എടാ, ആക്ച്വലി എന്താണ് സംഭവിച്ചത്? എടാ, ആക്ച്വലി എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ എവിടെ നോക്കിയാലും ഒരാൾ മറ്റേ കൊല്ലുന്നു, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് ബോംബിടുന്നു. വാർ വാർ വാർ, everywhere wars. Yeah, but how is that connected with what you did today? അല്ല, ഞാൻ ഇന്നൊരു ക്ലയൻറ്റ് മീറ്റിങ്ങിന് പോയിട്ടായിരുന്നു. ഞാൻ ക്ലയൻറ്റിനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ്, എൻ്റെ ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്നു. ഞാൻ ആ ഒരു വീഡിയോ കണ്ടത് ഒരു കുട്ടീൻ്റെ വീഡിയോ ആണ്, ഹു ഗോട്ട് എഫക്റ്റഡ് ബൈ ദ യുക്രൈൻ വാർ. എടാ, ആ കുട്ടി ഇങ്ങനെ കുടു കരയുന്നു. ആ കുട്ടി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവനെ കരച്ചിലാ വരുന്നത്. സംഭവം എനിക്ക് ആ വീഡിയോ കണ്ടപ്പം ഞാൻ എന്നോട് പറഞ്ഞിട്ടൊന്നും അറിയില്ല. എനിക്ക് ഓർമ്മയുണ്ടോ ഒരു വാറിന്റെ കഥ എന്നോട് ഞാൻ പറഞ്ഞത്? യെസ്, ദ ഗൾഫ് വാർ, റൈറ്റ്? സോ ഞാൻ ആ വാർ സമയത്ത് കുവൈറ്റിലുണ്ടായിരുന്നു. പക്ഷെ സംഭവം ഞാൻ ആ കുട്ടീനെ കണ്ടപ്പം എനിക്ക് സംഭവം എൻ്റെ ഒരു ചെറുപ്പം ഓർമ്മ വന്നത്. എത്ര ആൾക്കാരവിടെ മരിക്കുന്നു. അവിടെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിന് ആ ട്രൂപ്സ് ആൾക്കാരെ കൊല്ലുന്നത്. അവിടെ ഇപ്പൊ എൻ്റെ കണ്ണിന്ന് അത് പോകുന്നില്ല. എടാ, നിന്നെ ഇത്ര അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്? ഐ നെവർ ന്യൂ. ഓക്കെ, റിലാക്സ്. Again, ഞാൻ പറഞ്ഞില്ലേ, I know I'm fortunate. We came alive. But it took me time to overcome. How many kids are getting affected in this world? ശരിയാണ്, എല്ലാം ശരി. എന്തിനാ ഇത് നടക്കുന്നത്? ശരി, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് വി ഹാവ് ടു ഗോ ഹോം. വീട്ടിൽ പോകണം. ഓക്കെ, ഞാൻ നിന്നെ ഗീതുവിന്റെ അടുത്ത് കൊണ്ടാക്കും. She called me 25 times. ഞാൻ ഫോൺ കണ്ടിട്ടില്ല. എടാ, അവള് ഫോൺ സൈലന്റ്. ഞാനോ എടാ
ഓക്കെ, യു റിലാക്സ്. ഫസ്റ്റ് നീ പോയി ഗീതുവിനെ കാണ്, ശ്രീകുട്ടിയെ കാണ്. എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ഓൾ ദ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് നീ എവിടെയാണ്. പീപ്പിൾ ഹാവ് ഗോൺ എവറിവെയർ സെർച്ചിങ് ഫോർ യു. ഓക്കെ, ഇപ്പൊ വീട്ടിൽ പോവാം, ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. യുവർ ഓക്കെ? നീ എവിടെയായിരുന്നു സച്ചു? പറഞ്ഞിട്ട് പോകണമല്ലോ. സോറി, എൻ്റെ ഫോൺ സൈലന്റിലായിരുന്നു. സോറി, വെരി സോറി. എൻ്റെ കൂടെ നിൽക്കി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ us. ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോകണം. കുഴപ്പമില്ലടാ. You guys need to spend time with each other. We will come another day. Okay? Hello, Gaurav. Gaurav, I need some help. Gaurav, Sharath is feeling really uneasy, Gaurav. I really don't know what to do. I'm so scared, Gaurav. Can you guys please come? ഇതാണോടെ ഇപ്പോഴത്തെ അവസ്ഥ അവൻ്റെ. സച്ചു നോക്ക് ആരാ വന്നേന്ന്. ഞാൻ സൗമ്യ ഗൗരവ് വന്നിട്ട്. സച്ചു നോക്ക് ആരാ വന്നേന്ന്. शरद क्या हुआ? സച്ചു നോക്കടാ. സച്ചു कब से हो रहा है? Let's take him to the bed. Sharath, enik. സച്ചു എണീക്ക്. സച്ചു Come. Sharath. Pratiksha, hope, is one of the most powerful emotions that can make or break individuals, families, communities, countries, and even generations. Hope can come alive when my people and my culture come together. It is there in our great Indian culture. No matter what differences exist, people go beyond personal boundaries to help those in need, just like how India executed one of history's biggest ever evacuation of its citizens during the 1990 Gulf War. നിങ്ങളും നമ്മളുടെ ഇവിടുത്തെ ഫ്രണ്ട്സും തന്ന ധൈര്യവും സ്നേഹവും അതാണ് എൻ്റെ പ്രതീക്ഷ. ഗീതു.